ദിവ്യപൈതലെ, നീ ഓർക്കുക, നീ നിൽക്കുന്ന ഇടം ദിവ്യകുർബാന എഴുന്നള്ളിയിരിക്കുന്ന സമയത്ത് പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഇടത്തിലെ അമ്മ ലോകത്ത് ആദ്യമായിട്ട് ഉടമ്പടി തന്ന ഒരു ധ്യാനകേന്ദ്രമാണ്. അതിലൂടെ 10,000 രക്ഷപ്പെട്ട ജീവിക്കുന്ന സാന്നിധ്യമാണ് ഇതിൻ്റെ ആസ്തി. അതുകൊണ്ട് തന്നെ നീ എന്ത് അവസ്ഥയിലായാലും നീ ഇവിടെ എത്തിപ്പോയിട്ടുണ്ടെങ്കിൽ, അമ്മ നിന്നെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നിന്റെ കണ്ണീരിനൊരു പരിഹാരം ഉണ്ടാകും. അത് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് നിനക്ക് ആമേൻ പറയട്ടെ. സ്തുതിക്കട്ടെ, 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 മനസ്സിൽ ജോലിയില്ലാത്തവരുണ്ട്. ഇന്ന് നീറ്റ് എഴുതുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം എൻ്റെ മനസ്സിലുണ്ട്. പ്രത്യേകിച്ച് ഉടമ്പടി എടുത്തവർ, ചില ഉടമ്പടി എടുക്കാൻ ആഗ്രഹമുണ്ടായിട്ട് വരാൻ ഒത്തിയിട്ടില്ല. അവരെയും ഞാനിപ്പോൾ ഓർക്കുക. ഇപ്പോൾ അവർ നീറ്റ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ കഴിവിനേക്കാൾ ഉപരി ദൈവത്തിൻ്റെ കൃപ അവർക്ക് പ്രവർത്തിക്കാൻ. മാതാപിതാക്കന്മാരുടെ അവരുടെ ജീവിതത്തിന് വേണ്ടി, ആ കുഞ്ഞുങ്ങളുടെ ജീവിതത്തേക്ക് ചൊരിഞ്ഞ കണ്ണുനീരെല്ലാം രത്നങ്ങളായിട്ട് വരാൻ അവരെല്ലാം ഓർക്കുകയാണ്. ഈ ആഴ്ചയിൽ ഒഴിച്ചിടുന്ന മക്കൾ, ഉടമ്പടി എടുത്ത് അച്ഛൻ്റെ ആശീർവാദം വാങ്ങിച്ചു പോയവരുണ്ട്. കൃപാസൻ മാതാവിൻ്റെ അടുത്തൊന്ന് വന്നെങ്കിലെന്ന് കൊതിച്ചിട്ട് വരാൻ പറ്റാത്തവരുണ്ട്. അവരെല്ലാം ഓർക്കുകയാണ്. ഇപ്പോഴ് ഈ ആഴ്ച IELTS എഴുതുന്നവരുണ്ട്. അവരെ ഞാൻ ഓർക്കുന്നു. MOH, ഹാദ്, എല്ലാ പ്രൊഫഷണൽസിനെയും PSC എക്സാം വരുന്നുണ്ട്, അതും ഓർക്കുന്നു. എല്ലാവരെയും ഓർക്കുകയാണ്. ഞാൻ ഈ പ്രൊഫഷണൽസിന് ശരിക്കും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഈ മണ്ണി ചവിട്ടിയാൽ തീർച്ചയായിട്ടും അവരെ കാണാതെ ഞാൻ വിടത്തില്ല. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, അവരെ ഉള്ള രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ആ കുടുംബം രക്ഷപ്പെടും. അവരൊരാളെ രക്ഷപ്പെട്ടാൽ അനിയത്തിനെ ചേട്ടത്തിനെ കല്യാണം കഴിപ്പിക്കാം, നമുക്ക് വീട് വെക്കാം, അങ്ങനെ കുറേ കാര്യങ്ങളാണ്. കടങ്ങൾ പരിഹരിക്കും, ആ കുടുംബത്തിൻ്റെ കടങ്ങൾ തീരും അതിനാൽ. അതുകൊണ്ട് പ്രൊഫഷണൽസിന് എല്ലാവരും എന്തെല്ലാം തരത്തിൽ ഒരു പരീക്ഷ, ഇപ്പോൾ ബിടെക്കുകാരാണ്, അവർ കുറേ അധികം അരിയർ വന്നു പോയി എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഉടമ്പടി ചെയ്തിട്ട് അവരെ കൊണ്ടുവരണം. ചിലപ്പോൾ ഒറ്റ ബ്ലെസ്സിങ് കൊണ്ട് ചിലപ്പോൾ 20-22 അരിയർ വരെ എഴുതിയെടുപ്പിച്ചിട്ടുണ്ട് ബിടെക്കിൻ്റെ. അവരിനി എഴുതണില്ലെന്ന് പറഞ്ഞാണ്. ഞാൻ പറഞ്ഞു, എഴുതും മോളെ, നമുക്ക് 6 വെച്ച് എഴുതാമെന്ന് പറയും. 6 വെച്ച് എഴുതാം. സിലബസ് നിൻ്റെ സിലബസ് മാറുന്ന മുമ്പ് നിന്നെ മാതാവ് കരകയറ്റി വിട്ടിരിക്കും. അങ്ങനെയുള്ള എല്ലാവരെയും പ്രൊഫഷണൽസിനെയൊക്കെ സമർപ്പിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. വിഷയങ്ങളെ സമർപ്പിക്കുന്നു. എല്ലാവരെയും വിജയത്തിലേക്ക് ആനയിക്കണമേ. അങ്ങയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളായി മക്കളെ അർപ്പണമേന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ മാതാപിതാക്കന്മാരുടെ കണ്ണുനീരിനെ പ്രത്യേകമായി സമർപ്പിക്കുന്നു. കരുണയായിരിക്കണമേ. സാമ്പത്തിക കടങ്ങളുള്ളവരെ, ജോലി നഷ്ടപ്പെട്ടവരെ, സാമ്പത്തിക കടങ്ങളിൽ വീട് വിൽക്കാൻ വേണ്ടി പോണവരെ, ജപ്തി നടപടിയിൽ വന്നിരിക്കുന്നവരെ, വീടില്ലാത്തവർ, വീടിന് വഴിയില്ലാത്തവർ, നിങ്ങളെപ്പോഴും ഓർക്കേണ്ട കാര്യം, ഇത് നിങ്ങൾ നിൽക്കുന്ന സ്ഥലം അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട്, അതും ഈശോ ഉള്ളപ്പ സമയത്താണ് അമ്മ അന്ന് പ്രത്യക്ഷപ്പെട്ടത്. അതായത് വിശ്വാസത്തിൻ്റെ യാത്രയെന്ന് പറയുന്നത്, നമ്മുടെ ഓരോ യാത്രയും വിശ്വാസത്തിൻ്റെ യാത്രയാണ്. ഇപ്പോൾ റിബി ടീച്ചർ എന്നാ ചെയ്യണത്, അവർ 17 കൊല്ലമായിട്ട് അവർക്ക് ജോലിയില്ല. ഒരു സർക്കാർ ജോലി കിട്ടാൻ വേണ്ടി ഇത്രയും കാലം കാത്തിരുന്നു, പടുത്തു. പിന്നെ അവർ മെറിറ്റ് നഷ്ടപ്പെട്ട ആളായി മാറി. വയസ്സ് കൂടിയില്ലേ, അപ്പോൾ എന്നാ പറ്റും? 2 പ്രശ്നമാണ് റിബി ടീച്ചറിൻ്റെ സാക്ഷ്യം നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായി. ഞാൻ സാക്ഷ്യമെല്ലാം ഉടമ്പടിയുടെ സാക്ഷ്യങ്ങൾ, ചില ഉടമ്പടി ബേസ്ഡായിട്ടുള്ള
മുഖമുദ്രയുള്ള സാക്ഷ്യങ്ങളുണ്ട്. അതാണ് ഞാൻ എപ്പോഴും ഈ ടോക്കിൽ അനലൈസ് ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു ടീച്ചറിൻ്റെ പ്രോബ്ലം എന്താ, നമുക്കത് ആ കേസ് ഹിസ്റ്ററി നമുക്ക് നോക്കിയാൽ നമുക്ക് എന്താ മനസ്സിലാക്കേണ്ടത്? കേസ് ഹിസ്റ്ററി ഇപ്പോൾ ഡോക്ടേഴ്സും സൈക്കോളജിസ്റ്റും ഒക്കെ ഉപയോഗിക്കുന്നത് എന്താണ്? കേസ് ഹിസ്റ്ററിയാണ്. ഇതുപോലെ നമ്മുടെ സാക്ഷ്യത്തിലും ചെയ്യണത് എന്താണ്? കേസ് ഹിസ്റ്ററിയാണ് എടുക്കുന്നത്. കേസ് ഹിസ്റ്ററി നമ്മൾ എടുക്കുന്നത് പഠിക്കാൻ വേണ്ടിയല്ല, ധ്യാനിക്കാൻ വേണ്ടിയാണ്. അതാണ് വ്യത്യാസം. സാക്ഷ്യം എന്തിനുള്ളതാണ്? ധ്യാനിക്കാനുള്ളതാണ്. 119 സങ്കീർത്തനത്തിലെ 27 വാക്യം, നിൻ്റെ അത്ഭുത കൃത്യങ്ങളെക്കുറിച്ച് ഞാൻ ധ്യാനിക്കും. ഏറ്റു പറഞ്ഞ്, നിന്റെ അത്ഭുത കൃത്യങ്ങളെക്കുറിച്ച് ഞാൻ ധ്യാനിക്കും. അപ്പൊ സാക്ഷ്യം എന്തിനുള്ളതാണ്? ധ്യാനിക്കാനുള്ളതാണ്. നമ്മളത് ചെയ്യണം. അപ്പം ഒരു ടിപ്സിൻ്റെ സാക്ഷ്യം നമ്മൾ ധ്യാനിക്കുകയാണ്. ധ്യാനിക്കുമ്പോൾ എന്താ കിട്ടണത്? ഒന്ന്, അവർ 17 വർഷമായിട്ട് അവർക്ക് ജോലിയില്ല. ജോലി ഇല്ലാത്തതിനെയല്ല, അവർക്ക് ഒരു സർക്കാർ ജോലി ലഭിക്കണമെന്ന് ആഗ്രഹിച്ച് പഠിച്ചിട്ട് അവസാനം അവിടെ ഏജ് ഓവറായി, അവർക്ക് ജോലി കിട്ടിയില്ല, അവർ പിന്തള്ളപ്പെട്ടു, അവർ 0 ആയി. ഇപ്പം എന്താ സംഭവിച്ചിരിക്കുന്നത്? അവർക്ക് ഇപ്പോൾ 2 കുഞ്ഞുങ്ങളായപ്പോൾ ഒരു ആഗ്രഹം എന്താണ്? എന്തെങ്കിലും ഒരു വരുമാനം കിട്ടിയാൽ, ഒരു സർക്കാർ ജോലി ഇല്ലെങ്കിലും എന്തെങ്കിലും ഒരു വരുമാനം കിട്ടിയാൽ നല്ലതായിരുന്നെന്ന് ഒരു ആഗ്രഹം. അങ്ങനെ എന്തെങ്കിലും ഒരു ആഗ്രഹം മനസ്സിൽ വരുമ്പോൾ അവർ ചെയ്യണത് എന്താ? അവർ ആലപ്പുഴയ്ക്ക് വണ്ടി കയറുന്നു. അതാണ് സംഭവം. ഇന്ന് മനുഷ്യൻ ചെയ്യണ കാര്യം അതാണ്. അവർ ചാലക്കുടി എന്ന് പറയുന്ന പോലെയല്ല, എല്ലാ രാജ്യങ്ങളിലുള്ള ആൾക്കാർ അവർക്കൊരു വിഷമം ഉണ്ടാകുമ്പോൾ ഓൺലൈൻ ചെയ്യും. കഴിഞ്ഞ ദിവസങ്ങളിൽ രാമപുരം എന്നും പറഞ്ഞൊരു മോള്, ഒരു എയർലൈൻ ഓഫീസർ സാക്ഷ്യം പറഞ്ഞ്, അവർ ഓൺലൈനോട് അവർക്കിവിടെ നിന്ന് എത്താൻ പറ്റുന്നില്ല. അവരെന്ത് ചെയ്ത്? ഓൺലൈൻ ഉടമ്പടി ചെയ്ത്. അവർ ഓൺലൈൻ ഉടമ്പടി എന്ന് വെച്ചാൽ മറ്റ് കോണ്ടിനെൻറ്റിലുള്ള ആൾക്കാർക്ക് ദൈവമായിട്ട് ഇടപെടാനും കൃപാസ്ഥാനത്താരെ ജീവനുടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അടയാളമായി മാറാൻ വേണ്ടി ദൈവദരിസ്ഥനെ സമർപ്പിതരാകാൻ ദൈവം വിളിക്കപ്പെട്ട ആൾക്കാരാണ് ഉടമ്പടി ചെയ്യുന്നതും ഉടമ്പടി ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നതും. കൈയിടിച്ച് കർത്താൻ ദർശനമുണ്ടായി. അതായത് കർത്താവിൻ്റെ മുൾക്കിരീടത്തിൻ്റെ പകുതിയോളം കാണിക്കുന്നു. എന്നിട്ട് അതിൽ നിന്ന് ചുവന്ന രക്തത്തുള്ളികൾ ഇറ്റു വീഴുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ പ്രാർത്ഥന ആരാധന സമൂഹത്തിലേക്ക് കർത്താവ് തൻ്റെ രക്തത്തുള്ളികൾ തളിക്കുന്നു, നിന്നെ വിശുദ്ധീകരിക്കുന്നു, നിന്നെ സൗഖ്യപ്പെടുത്തുന്നു, നിന്നെ ശക്തിപ്പെടുത്തുന്നു. ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ. കൈകൾ വീശിക്കൊണ്ട് ആരാധന. അങ്ങനെ മക്കളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇവിടെ ഇരിക്കുന്നവര്, ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവര് കർത്താവേ, മാരക രോഗികള്, ശരീരം മുഴുവൻ കർത്താവ് രോഗമുള്ളവര്, ഉള്ളംകാലം മുതൽ ഉച്ചവരെ രോഗബാധിതര്, ഈശോ സ്പർശിക്കണമേ. വാതരോഗികള്, കിഡ്നി രോഗികള്,
രോഗികള്, എപ്പിലെപ്സി രോഗികള് കർത്താവെ സ്പർശിക്കണമേ. ഓട്ടിസം രോഗികള്, ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ളവര് യേശുവേ കുഞ്ഞുങ്ങളെ സ്പർശിക്കണമേ. ഗർഭിണികള്, ഗർഭത്തിൽ കർത്താവെ അബോർഷന് വേണ്ടി കർത്താവെ പറഞ്ഞിട്ടുള്ളവര്, അതിനുവേണ്ടി വേദനിക്കുന്നവര് കർത്താവെ, ആഗ്രഹമില്ലാത്തവര്, അവിടെ വയറില്, അവിടെ നിറവയറില് കർത്താവെ സ്പർശിക്കണമേ. യേശുവിന്റെ ശക്തി എല്ലാ ഗർഭിണികളെ സ്പർശിക്കട്ടെ. മക്കളില്ലാത്തവരെ കർത്താവ് സ്പർശിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അപ്പൊ ഈ വിശ്വാസ യാത്രയില് നമ്മൾക്ക് അവസാനം കിട്ടുന്ന എന്താണ്? റോമ 1:17 നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കാം. പക്ഷേ ആ ലേഖനം അവസാനിക്കുന്ന ഹെബ്രായർ 10:36 എന്താ പറയണത്? എൻ്റെ നീതിമാൻ പറഞ്ഞേ വിശ്വാസം മൂലം ജീവിക്കും. അപ്പൊ എൻ്റെ എന്ന് പറയുന്ന വിഷയം അവിടെ കൂട്ടിച്ചേർത്തതാണ് പരിശുദ്ധാത്മാവ്. വിശ്വാസയാത്ര മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന ഒരു വിഷയം, നമ്മൾ ദൈവത്തിൻ്റെ ഓൺ കക്ഷിയായി മാറുന്നു എന്നുള്ളതാണ്. അതിന് കുറച്ച് ഇൻവെസ്റ്റ്മെൻ്റ് ആവശ്യമുണ്ടാവും. പക്ഷേ പലപ്പോഴും എനിക്ക് തോന്നിയിരിക്കുന്നത് നമ്മൾക്ക് ദൈവമായിട്ടൊരു ഇൻറ്റിമസി വരാനുള്ള കാരണം, പ്രധാനപ്പെട്ട കാരണം, ദൈവം നമ്മൾക്ക് ഒരു കടക്കാരനായി മാറുന്ന ഒരു സാഹചര്യത്തിലാണ്. അപ്പം നിങ്ങൾ ചോദിക്കും, എന്താ നമ്മളല്ലേ കടക്കാർ, എങ്ങനെ ദൈവം കടക്കാരനാകണം? അതൊരു വിശ്വാസത്തിൻ്റെ ഒരു പ്രത്യേക മാനമാണ്. ദൈവപൈതലേ, നീ കണ്ണീരിട്ട് പ്രാർത്ഥിച്ചൊരു വിഷയം നിനക്ക് കിട്ടണില്ലെന്ന് വിചാരിച്ചോ? ഇന്നാകാം, നാളെയാകാം, അല്ലെങ്കിൽ ഇന്നലെയാകാം. പക്ഷെ ദൈവത്തിന് ഇന്നലെയും നാളെയും ഇല്ല, ഇന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നലത്തെ കാര്യമാണ് ഞാൻ ഇപ്പോഴും നീ ചിന്തിക്കേണ്ടത്, ഇന്നലെ നിൻ്റെ ജീവിതത്തിലെ. അപ്പോൾ ദൈവത്തിന് അത് ഇന്നാണെന്ന് നീ ഓർക്കണം. വർത്തമാനമാണ്. ദൈവം എവർ പ്രസൻറ്റിലുള്ള ആളാണ്, ഹിസ്റ്റോറിക്കൽ പ്രസൻറ്റ് എന്ന് നമ്മൾ പറയും. അപ്പോൾ ഇന്നലെ നിൻ്റെ ജീവിതത്തിൽ നീ ഒരു കാര്യം ചോദിച്ചു, തന്നില്ല. നീ എന്താ ചോദിച്ചത്? നീ കുർബാന സ്വീകരിക്കുമ്പോഴൊക്കെ നീ കർത്താവിനോട് ചോദിച്ചു, ഇതാണ് കർത്താവെ, ഒരു കുടിയനായ മനുഷ്യൻ എനിക്ക് ഭർത്താവായിട്ട് ഒരിക്കലും തരരുത്, എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല, കുടിയന്മാരുടെ കൂടെ ഒരു നിമിഷം പോലും ഞാൻ ജീവിക്കത്തില്ല. അത് കണ്ണീരോടെ നീ ഇത്രയും നാൾ പ്രാർത്ഥിച്ച മുഴുവൻ അതാണ്. പക്ഷേ നിനക്ക് തന്നത് കൃത്യമായിട്ട് അയാൾ തന്നെ ഇരിക്കും. നീ ആരെ തരണ്ടെന്ന് പറഞ്ഞു അയാളെ തന്നിരിക്കും തന്നത്. അപ്പോൾ എന്താ സംഭവിക്കണത്? ഇത് ആസ്തി വികസനമെന്ന് നമ്മൾ പറയത്തില്ലേ? ആസ്തി വികസനം എന്താ കാര്യം? നീ ഇത് സന്തോഷത്തിൽ അക്സെപ്റ്റ് ചെയ്താൽ നിൻ്റെ 10 കൊല്ലത്തെ പ്രാർത്ഥന ദൈവതിരുസന്നിധിയിൽ ദൈവം നിൻ്റെ കടക്കാരനായി മാറുകയും നിൻ്റെ ആസ്തി വികസിപ്പിക്കുകയും ചെയ്യും. ഇത് നിന്നെ ഇൻറ്റിമസിലോട്ടാണ് വിളിക്കണത്. അത് നീ അറിയണം. നീ ഓർത്ത് ദൈവം എന്നെ കൈവെടിഞ്ഞു, എൻ്റെ പ്രാർത്ഥന കേട്ടില്ല, ദൈവം എന്നെ കൈവിട്ടുന്നു. പക്ഷെ അതല്ല സംഭവിച്ചത്. നീ ഈ വിഷയം എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ നീ കർത്താവിൻ്റെ എൻ്റെ നീതിമാനായി മാറും. എൻ്റെ നീതിമാൻ വിശ്വാസം പോലും ജീവിക്കുമെന്ന് പറഞ്ഞില്ലേ? എൻ്റെ എങ്ങനെ വന്നതാണ്? ദൈവത്തിൻ്റെ തിരുമനസ് അൺകണ്ടീഷണലായിട്ട് യാതൊരു നിബന്ധനകളുമില്ലാതെ നിറവേറ്റാൻ ആര് കരുത്ത് പ്രാപിക്കുന്നുവോ അവർ ഈശോ പറയും മൈ ഓൺ, എൻ്റെതെന്ന് പറയും. നമ്മൾ ലോകത്തിൻ്റെതാണ്, ഭർത്താവിൻ്റെതാണ്, ഭാര്യയുടേതാണ്, മക്കളുടേതാണ്, നാട്ടുകാരുടേതാണ്, രാഷ്ട്രീയ പാർട്ടിക്കാരുടെയാണെന്നൊക്കെ പറഞ്ഞാലേ ഇതെല്ലാം 70 കൊല്ലത്തെ ബിസിനസ്സേ ഉള്ളൂ. 70 കൊല്ലം കഴിയുമ്പോൾ ഗുഡ് ബൈ. നീ കർത്താവിൻ്റെതല്ലെങ്കിൽ ഒരിക്കലും നീ ആടതുമാകത്തില്ല. അതുകൊണ്ട് കർത്താവ് നിന്നെ കളയാതിരിക്കാൻ, അവൻ്റെ സ്വന്തമാകാൻ വേണ്ടി അവനോടുകൂടെ നിനക്കുള്ള ട്രാൻസാക്ഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻസ്, അതിനകത്ത് പലപ്പോഴും കൊടുക്കുക വാങ്ങലുകളിലെ കർത്താവ് നിനക്ക് ഇങ്ങോട്ട് തരാനേ ഉള്ളെങ്കിൽ അത് നീ സ്നേഹത്തോടെ അക്സെപ്റ്റ് ചെയ്തിട്ട് സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നീ ദൈവത്തിൻ്റെ സ്വന്തമാണെന്ന്. അതാണ് പൗലോസ് പറയണത്. ദൈവത്തിൻ്റെ സ്വന്തവും യേശു ക്രിസ്തുവിൻ്റെ സ്വന്തവും സ്വന്തമാകാൻ വിളിക്കപ്പെട്ടവരെന്ന് പൗലോസ് പറയത്തില്ലേ? നമ്മൾ 1:6 വായിക്കുമ്പോൾ, റോമ 1:6, യേശു ക്രിസ്തുവിൻ്റെ സ്വന്തവും പറഞ്ഞ്
ക്രിസ്തുവിന്റെ സ്വന്തമാകാൻ വിളിക്കപ്പെട്ടവരും. ഈ സ്വന്തമാണ് ഹെബ്രായ 10:36 എൻ്റെ നീതിമാൻ. പക്ഷേ ഈ എൻ്റെതെന്ന് പറയണതും സ്വന്തമെന്ന് പറയണതും എങ്ങനെയാണ് ആയിത്തീരണത്? നിന്റെ കേൾക്കപ്പെടാത്ത പ്രാർത്ഥനയാണ്. അത് നിനക്ക് ദൈവത്തോട് സന്തോഷത്തോടെ സമർപ്പിക്കുമ്പോൾ നീ ദൈവമായിട്ടുണ്ടാക്കുന്ന ഇൻറ്റിമസിയിലൂടെയാണ് ദൈവത്തിൻ്റെ സ്വന്തമാകണത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എൻ്റെ കേട്ട പ്രാർത്ഥനയെക്കാളുപരി എൻ്റെ ഇന്ന് വരെ കേൾക്കാത്ത പ്രാർത്ഥനയിലെ എനിക്ക് നിരാശയും സങ്കടവും ഉണ്ടായിരുന്നത് ഇപ്പോൾ സന്തോഷപൂർവ്വം അങ്ങയോടുള്ള സ്നേഹത്തിന്റെ സമർപ്പണമായി ഞാൻ കാഴ്ചവെക്കുന്നു. ഓ കർത്താവേ, ഏറ്റവും വലിയ ദാനമായ പരിശുദ്ധാത്മാവിനാൽ ഇപ്പോഴേ എന്നെ മുടിധരിപ്പിക്കണമേ. അമ്മേ, പരിശുദ്ധ അമ്മേ, എനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. ശ്രദ്ധിക്കട്ടെ. അത് ഞാനത് എങ്ങനെയെങ്കിലും അതൊരു 1350 രൂപ വീതം വെച്ച് അതിന് മാസം EMI വരുന്നുള്ളൂ. അത് ഞാൻ എങ്ങനെ അടച്ചോളാം? അതെനിക്കൊരു ഞാൻ ചോദിച്ചത് എനിക്കൊരു തെറ്റായിട്ട് തോന്നിപ്പോയി. ഞാൻ അമ്മയോട് മാപ്പും പറഞ്ഞു. എനിക്ക് തന്ന വലിയ കൃപകൾക്ക് അമ്മയ്ക്ക് നന്ദിയും പറഞ്ഞു. ഇവിടുന്ന് ഞാൻ തിരിച്ച് വീട്ടിൽ പോയി നേരെ ഞാൻ ബാങ്കിൽ ചെന്നു. സാറിനോട് ഞാൻ ചോദിച്ചു, എൻ്റെ ലോണിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു, ചേച്ചിയുടെ ഹോം ലോണിൻ്റെ EMI അടയ്ക്കാൻ എല്ലാം 21,42,000 അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ചേച്ചിക്ക് ഇനി ലോൺ അടയ്ക്കേണ്ട, ചേച്ചിയുടെ ലോൺ ക്ലോസ് ആകും, ഒരാഴ്ചക്കുള്ളിൽ ചേച്ചിയുടെ ഡോക്യുമെൻറ്റ്സ് തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ സാറിൻ്റെയൊക്കെ പറഞ്ഞു, സാർ ഇനിയിപ്പോൾ 1,00,000 രൂപയുടെ ബാധ്യതയും കൂടി ഉള്ളല്ലോ, അത് ഞാൻ മാസം അടച്ചോളാം. അന്നേരം ആ സാറിൻ്റെയൊക്കെ പറഞ്ഞു, ചേച്ചി അതും അടയ്ക്കേണ്ട, ആ ലോണിൻ്റെ പൈസയും ചേച്ചിയുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. 2ആയിട്ടാണ് ട്രാൻസ്ഫർ ആയിരിക്കുന്നത്. ഒന്ന് ഹോം ലോൺ അക്കൗണ്ടിലോട്ടും 1,00,000 രൂപയുടെ ഇൻഷുറൻസിൻ്റെ ലോണ് അത് അമ്മയുടെ അക്കൗണ്ടിലോട്ടാണ് ക്രെഡിറ്റ് ആയിരിക്കുന്ന. ചേച്ചിക്ക് ഇനി ഒരു ബാധ്യതയില്ല. 2 ലോണും തീർക്കാനുള്ള പൈസ ചേച്ചിയുടെ അക്കൗണ്ടിൽ വന്ന് ചേച്ചിക്ക് ലോൺ ക്ലോസ് ആയിരുന്നു. അവിടെ വെച്ച് എൻ്റെ അമ്മയ്ക്കും തിരുക്കുമാറിന് 1000 ഞാൻ തെറ്റാണെന്ന് പറഞ്ഞ കാര്യം പോലും വിചാരിച്ചത് അമ്മ എനിക്ക് എൻ്റെ ബാധ്യത മനസ്സിലാക്കി എൻ്റെ അമ്മയും തിരുക്കുമാറിന് എനിക്ക് സഹായിച്ചു തന്നു. ഈ കഴിഞ്ഞ പെസഹായുടെ അന്ന് ബാങ്കിൽ നിന്ന് എന്നെ വിളിച്ചു, എൻ്റെ ആധാരം എനിക്ക് തിരിച്ചു തന്നു. ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ അമ്മയ്ക്കൊരു വാക്ക് കൊടുത്തിരുന്നു, ഞാൻ എൻ്റെ ഈ ലോൺ ക്ലോസ് ചെയ്ത് EMI കിട്ടി, ഇൻഷുറൻസിൻ്റെ ക്ലെയിം കിട്ടി, ലോൺ ക്ലോസ് ചെയ്ത് ഇവിടെ വരുമ്പോൾ എൻ്റെ ആധാരമായിട്ട് വന്ന് എൻ്റെ അമ്മയുടെ നടയിൽ വന്ന് എനിക്ക് സാക്ഷ്യപ്പെടുത്താനുള്ള കൃപ നൽകണമെന്ന് പ്രാർത്ഥിച്ചു. എനിക്കത് അതേപോലെ ഇന്ന് ഞാൻ ആധാരമായിട്ടാണ് ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. അമ്മയെ തിരുക്കുമാറിനും തന്ന ഈ അനുഗ്രഹത്തിന് ഈ കൃപയ്ക്ക് 1000 നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് റേച്ചൽ അലക്സ്, വീട് പാമ്പനാറ്, പീരുമേട് അടുത്ത് പാമ്പനാറ്. എൻ്റെ ജീവിത പങ്കാളി ബാബു അലക്സ് 2022 ജൂൺ മാസം 10-ാം തീയതി ഇവിടെ ഉടമ്പടി എടുക്കുകയുണ്ടായി. ഞാനും അദ്ദേഹത്തിനോടൊപ്പം ഇവിടെ കടന്നു വന്നിരുന്നു. അദ്ദേഹം ആ ഉടമ്പടി പ്രകാരം പ്രാർത്ഥനകൾ നയിക്കുകയും ഞാനും അദ്ദേഹത്തോടൊപ്പം സഹകരിക്കുകയും എല്ലാം ചെയ്തു വന്നിരുന്നു. ഞാൻ 2019 ഒരു സ്കൂട്ടർ ഓടിക്കുന്നതിന് വേണ്ടി ലേണേഴ്സ് ലൈസൻസ് എടുക്കുകയുണ്ടായി. അത് കഴിഞ്ഞ് 2020 ഫെബ്രുവരി മാസം മുതൽ ഞാൻ അതിന് 8 എടുക്കുന്നതിന് വേണ്ടി പ്രാക്ടീസൊക്കെ നടത്തി നോക്കുമായിരുന്നു. എൻ്റെ മകൻ എന്നെ കൊണ്ടുപോയി ഒരു ഗ്രൗണ്ടിലൊക്കെ കൊണ്ടുപോയി 8 എടുക്കുന്നതിന് വേണ്ടിയൊക്കെ ഇങ്ങനെ ഓടിപ്പിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് ഞാനൊരു ഡ്രൈവിംഗ് സ്കൂളിനെ സമീപിച്ചു 8 എടുക്കാൻ വേണ്ടി. അപ്പോൾ എനിക്ക് വണ്ടി നന്നായിട്ട് ഓടിക്കാൻ അറിയാം, റോഡിലൂടെയൊക്കെ ഞാൻ വണ്ടി ഓടിച്ചു പോകുന്നതാണ് ഈ ലേണേഴ്സിൻ്റെ പിൻബലത്തിൽ. പക്ഷേ അവിടെ അവർ തരുന്ന വണ്ടിയിൽ എനിക്ക് ആ കമ്പികൾക്കിടയിൽ കൂടെ ഓടിച്ചു പോകാൻ സാധിച്ചിരുന്നില്ല. ഒറ്റ പ്രാവശ്യം പോലും ഒരു തവണ പോലും അതൊന്ന് പൂർത്തിയാക്കാനോ ഒന്നും എനിക്ക് സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടുന്ന് പഠനം 1 മാസത്തോളം നീണ്ട പ്രാക്ടീസ് എടുക്കണം എന്നൊക്കെ അദ്ദേഹം എന്നെ നിർബന്ധിക്കുകയും വലിയൊരു തുക ഫീസായിട്ട് ആവശ്യപ്പെടുകയും ചെയ്തു.
അപ്പോൾ അതിന് സാധ്യമല്ലാത്തതുകൊണ്ട് എനിക്കതിന് മനസ്സ് വന്നില്ല, ഞാൻ പഠിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം 2 കൈയും ഉയർത്തി ശപിക്കുന്ന മാതിരി ശരിക്കും ശപിക്കുകയായിരുന്നു. ഇയാൾ ഒരിക്കലും എട്ടെടുക്കത്തില്ല, ലൈസൻസും നേടത്തില്ല, വണ്ടി ഓടിക്കുകയുമില്ല. ഞാനാ പറയുന്നത്, ഇയാൾ ഒരിക്കലും എട്ടെടുക്കത്തില്ല, നോക്കിക്കോ എന്നിങ്ങനെ എന്നോട് പറഞ്ഞു. അത് വളരെ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനാജനകമായി ആ വാക്കുകൾ. അതിനുശേഷം അവിടുന്ന് പോന്നെങ്കിലും മറ്റൊരു കൊല്ലത്തുള്ള ഒരു ഡ്രൈവിംഗ് സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടു. അവിടെയും ഒരു ദിവസം ഞാനൊന്ന് പ്രാക്ടീസ് ചെയ്തു നോക്കി, അവിടെയും എനിക്ക് സാധിക്കുമായിരുന്നില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് താമസം മാറി വന്ന കായംകുളം അടുത്തൊരു സ്ഥലത്ത് ഞങ്ങൾ താമസം മാറി. അവിടെ വന്നപ്പോൾ എൻ്റെ ജീവിത പങ്കാളി പറഞ്ഞു, നീ ഇവിടെ പരിശ്രമിക്ക്, അവിടെ ഒരു ഡ്രൈവിംഗ് സ്കൂളുണ്ട്, അവിടെ നീ ഒന്ന് സമീപിക്ക് എന്ന് പറഞ്ഞു. ഈ കടമ്പയൊന്ന് കടന്നു കിട്ടാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ വാക്കനുസരിച്ച് ഞാൻ അവിടെ പോയി സംസാരിക്കുകയും ആ പുള്ളിക്കാരൻ എന്നെ പ്രാക്ടീസിനായിട്ട് വിളിക്കുകയും ചെയ്തു. 2 ദിവസം ഞാൻ പ്രാക്ടീസിന് പോയി, എനിക്ക് സാധിക്കുന്നില്ല. ഒരു തവണ പോലും അത് കാലുകുത്താതെയോ ഉരുണ്ട് വീഴാതെയോ തെറ്റിക്കാതെയോ എടുക്കാൻ എനിക്ക് പറ്റിയിരുന്നില്ല. അപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പം എനിക്ക് കോവിഡ് പിടിപെട്ടു. ആ സമയത്ത് എൻ്റെ ജീവിത പങ്കാളി മുട്ടിൻ്റെ ലിഗമെൻറ്റിന് ചെറിയ പൊട്ടലുള്ളതുകൊണ്ട് പ്ലാസ്റ്റർ ഇട്ട് കിടപ്പിലായിരുന്നു. ഞങ്ങൾ 2 പേരും മാത്രമേ വീട്ടിലുള്ളൂ. അദ്ദേഹത്തെ ശുശ്രൂഷിച്ച് ഞാൻ വീട്ടിലും, എനിക്ക് കോവിഡുമാണ്. കോവിഡ് കോവിഡ് ഭേദമായി കഴിഞ്ഞ് എനിക്ക് ഓഗസ്റ്റ് 1-ാം തീയതിയാണ് എനിക്ക് ടെസ്റ്റിന് ഡേറ്റ് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഒരു 3 പ്രാക്ടീസ് ദിവസങ്ങൾ എനിക്കുണ്ട്. അതിലൊരു ദിവസം ഞാൻ പ്രാക്ടീസിന് പോയപ്പം അന്നും എനിക്കെടുക്കാൻ സാധിച്ചില്ല. ഞാൻ മടങ്ങി വന്നു കഴിഞ്ഞപ്പം എനിക്ക് തോന്നി, ആ സാർ എന്നെ ശപിച്ചതുപോലൊക്കെ തന്നെയായിരിക്കും, എനിക്ക് ഒരിക്കലും അതെടുക്കാൻ സാധിക്കത്തില്ലായിരിക്കും. എന്താണ് എന്നെ അലട്ടുന്നതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഈ കമ്പുകൾക്കിടയിൽ കൂടെ വണ്ടിയുമായിട്ട് പോകുമ്പോൾ എൻ്റെ ചെവിയിൽ അദ്ദേഹം പറഞ്ഞ ആ സ്വരം ഇങ്ങനെ മുഴങ്ങും, ഇയാൾ ഒരിക്കലും എട്ടെടുക്കില്ല, വണ്ടി ഓടിക്കത്തുമില്ല, ലൈസൻസും എടുക്കത്തില്ല. അങ്ങനെ ഇരിക്കെ എൻ്റെ ജീവിത പങ്കാളി VP അച്ഛൻ്റെ, ജോസഫ് അച്ഛൻ്റെ ഒരു വീഡിയോ കിടന്ന കിടപ്പിൽ ഇങ്ങനെ കേട്ടുകൊണ്ട് കിടക്കുന്നത് ഞാൻ അടുക്കളയിൽ പാചകം ചെയ്യുന്ന അവസരത്തിൽ ഞാൻ കേൾക്കുകയുണ്ടായി. അതിൽ അച്ഛൻ പറയുന്നത്, ആ പ്രസംഗം ഇപ്രകാരം പറയുന്നത് ഞാൻ കേട്ടു: കൃപാസനത്തിൽ കടന്നു വരുന്ന ഓരോ മക്കൾക്കും, വിശ്വാസത്തോടെ കടന്നു വരുന്ന ഓരോ മക്കൾക്കും പരിശുദ്ധ അമ്മ അവരറിയാതെ തന്നെ ചെയ്യുന്ന, അവരുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഒരു അത്ഭുതമുണ്ട്. അവരിൽ നിന്ന് ഭയം എടുത്തു മാറ്റും. ഇത് അവർ പോലും അറിയില്ല എന്ന്. സത്യം പറഞ്ഞാൽ ഇദ്ദേഹത്തിനോടൊപ്പം ഓരോ പ്രാവശ്യവും ഞാൻ കൃപാസനത്തിലേക്ക് കടന്നു വരുമ്പോഴും എനിക്ക് കൃപാസനം അമ്മയിലോ ഇവിടുത്തെ ശുശ്രൂഷയിലോ ഒന്നും വലിയ വിശ്വാസം ഇല്ലായിരുന്നു. ഇത് ഞാനിങ്ങനെ കേട്ടപ്പോൾ തൊട്ട് ഇതെന്നെ മഥിക്കാൻ തുടങ്ങി. ശരിയാണ്, പരിശുദ്ധ അമ്മ വഴി, പരിശുദ്ധ അമ്മയ്ക്ക്, കൃപാസനം അമ്മയ്ക്ക് ഈശോയോട് പറഞ്ഞ് എൻ്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കാൻ സാധിക്കും. ഞാൻ വിശ്വസിച്ചു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ചാച്ചാ, ഞാൻ കൃപാസനത്തിൽ പോവുകയാണെങ്കിൽ എനിക്ക് എട്ടെടുക്കാൻ സാധിക്കും, എനിക്ക് ലൈസൻസ് കിട്ടും. അദ്ദേഹം അപ്പോൾ പ്ലാസ്റ്ററിൽ കിടക്കുകയാണ്. 2 ആഴ്ച കൂടി ഉണ്ട് പ്ലാസ്റ്റർ വെട്ടാൻ. അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. പോകാൻ നമുക്ക് എന്നിങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെയും ഞാൻ പറഞ്ഞു, എനിക്ക് 1-ാം തീയതി എനിക്ക് ടെസ്റ്റ് എടുക്കണമെങ്കിൽ എനിക്ക് 2 ക്ലാസ് കൂടെ ഇനിയുണ്ട്. അതിന് മുമ്പായിട്ട് ഞാൻ കൃപാസനത്തിലൊന്ന് പോയി വന്നാൽ എനിക്ക് ഉറപ്പുണ്ട് കൃപാസന അമ്മ ഈശോയോട് പറഞ്ഞ് എനിക്ക് ആ പരിശീലനം വിജയകരമായി പൂർത്തിയാക്കാൻ സാധിച്ച് എനിക്ക് എട്ടെടുക്കാൻ സാധിക്കുമെന്ന്. പിറ്റേ ദിവസം ഇദ്ദേഹം എന്നോട് പറയുക, ആ ആക്സോ ബ്ലേഡ് എടുത്തുകൊണ്ട് വാ. ഞാൻ ആക്സോ ബ്ലേഡ് എടുത്തുകൊണ്ട് കൊടുത്തു. എന്നെ ഒന്ന് താങ്ങി പിടിച്ചിരുത്ത്. ഞാൻ അദ്ദേഹത്തെ താങ്ങി പിടിച്ചിരുത്തി. അദ്ദേഹം ആ പ്ലാസ്റ്റർ കട്ട് ചെയ്യാൻ തുടങ്ങുകയാണ്, ആശുപത്രിയിൽ പോലും പോകാതെ.
കൃപാസനത്തിൽ എന്നെ കൊണ്ട് വരാൻ വേണ്ടി. അപ്പം ഞാനും കൂടെ സഹായിച്ച് ഞങ്ങൾ ആ പ്ലാസ്റ്റർ കട്ട് ചെയ്ത് കഴിഞ്ഞ് അദ്ദേഹത്തിന് കാലനക്കാൻ വയ്യ, വേദനയുണ്ട്, എല്ലാമുണ്ട്. എങ്കിലും എന്നോട് പറഞ്ഞു, എവിടുന്നെങ്കിലും അല്പം തൊട്ടാവാടി പറിച്ചുകൊണ്ട് പോവാം. ഞാൻ പോയി അവിടെ കുറച്ച് അപ്പുറത്ത് മാറിയുള്ള തൊട്ടാവാടിയൊക്കെ പറിച്ചുകൊണ്ട് വന്ന് അത് അരച്ച് പരട്ടി ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. കാലയിൽ അരച്ച് അത് പരട്ടി തുണി കൊണ്ടൊക്കെ ചുറ്റി വെച്ചു. നീര് ഉണ്ടായിരുന്നു, നീരിന് അല്പം കുറവുണ്ട്, വേദനയുണ്ട്. പിറ്റേ ദിവസം എന്നോട് പറയാം, നമുക്ക് രാവിലെ കൃപാസനത്തിൽ പോവാം. രാവിലെ അദ്ദേഹം ബൈക്ക് അദ്ദേഹത്തിന് കിക്ക് ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ ആ കിക്ക് ചെയ്ത് കൊടുക്കുന്നത്. അദ്ദേഹത്തിന് സപ്പോർട്ടായിട്ട് ഞാൻ വലതുവശത്തെ കാല് അദ്ദേഹം കുത്തുമ്പോൾ ഞാനൂടെ കാല് കുത്തി കൊടുക്കണം. അങ്ങനെ അദ്ദേഹം ബൈക്കിന് പന്തളം കഴിഞ്ഞുള്ള ദേശത്തു നിന്ന് എന്നെയും കൊണ്ട് ഇവിടം വരെ വന്നു. അദ്ദേഹത്തിൻ്റെ വിശ്വാസം ഞാനും വിശ്വസിച്ച് തുടങ്ങി. ഇവിടെ വന്ന് അപ്പോൾ എനിക്ക് ഉടമ്പടി എടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഞാനിവിടെ വന്നു ഉടമ്പടി എടുക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ അവിടെ ഇരിക്കുന്ന ബ്രദർ എന്നോട് ചോദിച്ചു, ആരെങ്കിലും കുടുംബത്തിൽ ഉടമ്പടി എടുത്തിട്ടുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ജീവിത പങ്കാളി എടുത്തിട്ടുണ്ട്, ഇന്ന ദിവസം എടുത്തിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും രണ്ടായിട്ടാണോ താമസിക്കുന്നത്? ഞാൻ പറഞ്ഞു, അല്ല, ഞങ്ങളൊരു ഭവനത്തിലാണ്. ഒരു ഭവനത്തിൽ നിന്ന് ഒരു ഉടമ്പടി മതി.